ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെല്ലാമാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കും റാഹത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റമളാൻ മുബാറക്. എല്ലാ വർഷത്തെ നോമ്പ് പോലെ ഈ വർഷത്തെ നോമ്പ് റാഹത്തിൽ കഴിഞ്ഞുകൂടാൻ വേണ്ടി നിങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഞാനും ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്താഴം മുതൽ നോമ്പ് തുറ വരെയുള്ള കുറച്ച് വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം. കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് നെയ്പ്പത്തലാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദോശ പിന്നെ പുട്ട് അങ്ങനെ എന്തെങ്കിലും ചുടലാന്ന് കേട്ടോ. ഇത് നെയ്പ്പത്തിൽ ചുട്ട് എന്താ വെച്ചെങ്കിൽ രാത്രി ചിക്കൻ കറി ഉണ്ടായിന്. അപ്പോൾ പിന്നെ വിചാരിച്ച് ചിക്കൻ ഫ്രൈ ആക്കാം. പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ, അങ്ങനെ നെയ്പ്പത്തിൽ ചുട്ടതാണ് കേട്ടോ. ഒരടുപ്പിൽ ചായയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്പ്പത്തിലും ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 4:30 മണിയാകുമ്പോൾ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കിച്ചണിൽ വന്നിട്ട് അപ്പം ചുട്ടുകൊണ്ടും പിന്നെ അവരെ വിളിച്ചുകൊണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്കിതെല്ലാം പറഞ്ഞിട്ട് അത്താഴത്തിന് എണിക്കാൻ എല്ലാവർക്കും ഒരു മടി ഉണ്ടാവുമല്ലോ, കുറച്ചായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമല്ലോ. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് അവരെ വിളിച്ചുകൊണ്ടും ചുട്ടുകൊണ്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരാളെ എണിച്ചിട്ട് ഫ്രഷ് ആക്കുന്നെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് എൻ്റെ പണിയിലൊക്കെ വിളിക്കലും പോലും വിരലെല്ലാം കേട്ടോ. പിന്നെ അങ്ങനെ ഇപ്പത്തെല്ലാം ചുട്ട് കഴിഞ്ഞു. അതിനുശേഷം ലാസ്റ്റാണ് കേട്ടോ ഞാൻ ചായ കൂട്ടൽ. ചായ തണിയുണ്ടാന്ന് പറഞ്ഞിട്ട് ചെറിയ തീയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ. അങ്ങനത്തെ ചായ എല്ലാം കൂട്ടിയെടുത്തു. അതിനുശേഷം ടേബിളിൽ കൊണ്ടുവെക്കലാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ആക്കി കഴിഞ്ഞു. അപ്പം രാവിലെ എണിക്കാൻ എല്ലാവർക്കും ഒരു മടി തന്നെയാണ് കേട്ടോ. പിന്നെ എണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഒരു വേനയില്ല. ലാസ്റ്റ് ആകുമ്പോൾ ഇതിനായിട്ട് വേനയുണ്ടാവും. ഫസ്റ്റ് വിളിക്കണോ എണിക്കുമോ അങ്ങനെയെല്ലാം പറയും കേട്ടോ. ലാസ്റ്റ് നോമ്പാകുമ്പോൾ കൂടുതൽ മടിയായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്കെല്ലാം അത്താഴത്തിന് എന്താണെന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ നമ്മൾ അത്താഴം കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ചായ ഉണ്ടായിന്. അത് പിള്ളേർക്ക് രാവിലെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്ലാസ്കിൽ കൂട്ടി വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ചായ വെക്കണ്ടല്ലോ, ചായ അങ്ങനെ കുടിക്കൽ കുറവാണ്. എന്നിട്ട് അത്താഴം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിസ്കരിച്ചു. പിന്നെ കുറച്ച് ഖുർആനെല്ലാം ഓതി. അതിനുശേഷം ഒരു 6 മണിയാകുമ്പോൾ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് തന്നെ തുണിയെല്ലാം അലക്കാൻ ഇട്ട് കൊടുക്കലാണ്. പിന്നെ ഇപ്പം നൂറാക്ക് സ്കൂളിലേക്ക് അയക്കണം. അപ്പോൾ അവൾക്കുള്ള ഇപ്പത്തുള്ള ചുട്ടെടുക്കലാണ്. റാസിമോന് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ സ്കൂളിലേക്കെല്ലാം പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ ഉള്ളെല്ലാം അടിച്ച് വരലാണ്. ഉള്ളിൽ അടിച്ച് വാരിക്കൊണ്ടും പിന്നെ റാസിക്ക് തിന്നാൻ കൊടുത്തോണ്ടെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ തിന്നാൻ ഭയങ്കര ടാസ്ക്കാണ്. ഇന്നെ നിന്നാൽ പിന്നെ സമയം നടക്കുകയില്ല കേട്ടോ, പോയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നിട്ട് തിന്നാൻ കൊടുത്തോണ്ടും അടിച്ചുകൊണ്ടെല്ലാം ഉണ്ട്. പിന്നെ സീറ്റ് ഔട്ട് അടിച്ചിട്ട് പുറം ഭാഗം അടിച്ചെടുക്കലാണ്. റമളാൻ മാസം എന്നിട്ട് കാത്തിട്ട് ഇപ്പോൾ റമളാൻ മാസം കഴിയൂട്ടാ. പിന്നെ എപ്പോൾ പോകുന്നതെന്ന് അറിയില്ല. 10-20 നോമ്പ് ഇങ്ങനെ വേഗം പോകട്ടാ. പിന്നെ ലാസ്റ്റത്തെ 10 കുറച്ച് ബനയുണ്ടാവും. എല്ലാവരുടെ നോമ്പിൽ ദുഹാല് എന്നെയും കുടുംബത്തെ ഉൾപ്പെടുത്തണം എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതല്ലേ നമുക്ക് വേണ്ടത്. അങ്ങനെ പുറം ഭാഗമെല്ലാം അടിച്ച് വാരി പിന്നെ അതിനുശേഷം ഉള്ളിലെല്ലാം അടിച്ചെടുക്കലാണ്. റാസി എൻ്റെ ബാക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ പണിയെല്ലാം കഴിയൂട്ടോ. അടിക്കലും വാരലും തോർത്തലൊക്കെ. അതിനുശേഷം ഞാൻ പിന്നെ മീനെല്ലാം മുറിച്ച് വെക്കും. എന്നിട്ട് പിന്നെ കുളിക്കും. പിന്നെ ഒരു 4 മണി 4:15 ആകുമ്പോഴാണ് കിച്ചണിലേക്ക് ഞാൻ വരൽ. അസ്ർ നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ട് പിന്നെ എണ്ണക്കടിയും നോമ്പെടുക്കാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പാലാക്കാനോ തിന്നാൻ തിന്നല്ല. അതുകൊണ്ട് അതിന് വലിയ കാര്യമില്ല. പാലാ കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും വരും കേട്ടോ. അത്ര തന്നെയാണ്. അതിൻ്റെ അടുത്ത് അലക്കലെല്ലാം കഴിയുന്നുണ്ട്. അടിച്ചുകൊണ്ടും അലക്കാനിട്ടുകൊണ്ടെല്ലാം ഉണ്ട് കേട്ടോ. ഇന്ന് അലക്കാൻ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. എന്താ വെച്ചെങ്കിൽ ഇന്നലെ അലക്കാനിട്ട് തീർത്തൊരു പാമ്പുണ്ടായിന്. അത് കണ്ടിട്ട് പേടിച്ചിട്ട് ഇന്നലെ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് പോയിട്ടില്ല കേട്ടോ. വാഷിംഗ് മെഷീൻ ഉള്ളത് പുറം ഭാഗത്താണ് കേട്ടോ, പുറത്താണ്. അപ്പം അവിടെ പാമ്പുണ്ടായി അലക്കാൻ പോകുമ്പോൾ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നലെ അലക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഇന്ന് കുറച്ച് കൂടുതൽ അലക്കാനുണ്ട്. അങ്ങനെ പെറിൻ്റെ ഉള്ളുഭാഗമെല്ലാം അടിച്ച് വാരിയിട്ട് അതിനുശേഷം കിച്ചൻ്റെ പുറത്ത് പോയിട്ട് മുറ്റമെല്ലാം അടിച്ചെടുക്കലാന്ന്.
പിന്നെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിട്ട് അതെല്ലാം കൊണ്ട് കളയലാന്ന്. പിന്നെ കുറച്ച് പാത്രമെല്ലാം ഉണ്ടായിട്ട് അതെല്ലാം കഴുകിയെടുക്കലാന്ന്. അങ്ങനെ കിച്ചണത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ പുള്ളുള്ള വെള്ളം കുടിച്ചിട്ട് ഓരോരോ കുപ്പിയിലുണ്ടായിന് അതിലെല്ലാം വെള്ളമാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാന്ന് കേട്ടോ. തണുത്ത വെള്ളമാണ് കേട്ടോ പിന്നെ ഭയങ്കര ആവശ്യമായി നോമ്പിന്. പിന്നെ തണുത്ത വെള്ളം ഐസ് ക്യൂബും അങ്ങനെ ഫ്രിഡ്ജിൽ മീനുണ്ടായിന് കേട്ടോ. കല്ലുമ്മക്കായ ഉണ്ടായിന്, കൂന്തലുണ്ടായിന് കേട്ടോ. അതെല്ലാം അതാ പുറത്തെടുത്ത് വെച്ചിട്ട് വെള്ളം എല്ലാം കൂട്ടി വെക്കലാന്ന്. ഇനിയിപ്പം അതെല്ലാം മുറിച്ചെടുക്കണം, കല്ലുമ്മക്കായ ക്ലീൻ ആക്കി എടുക്കണം. അങ്ങനെ ക്ലീനിങ് എല്ലാം കിച്ചൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് അടിച്ച് വാരെല്ലാം കഴിഞ്ഞ് പിന്നെ അതിന് ഉള്ളിൽ തുടച്ചെടുക്കണം. പിന്നെ അലക്കിയ തുണിയെല്ലാം ഒന്ന് വെയിലത്ത് കൊണ്ടുവരണം. അങ്ങനെയെല്ലാം കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് അലക്കി കഴിഞ്ഞു, അതിന് വെയിലത്ത് കൊണ്ടിടലാന്ന്. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ. രണ്ടാമത്തെ ട്രിപ്പ് ഇളക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇനി ഉള്ളെല്ലാം ഒന്ന് തുടച്ചെടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് പിന്നെ ഞാൻ വാർത്ത സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്കെല്ലാം വെള്ളം കൂട്ടിയിട്ട് വന്നു. അപ്പോഴേക്കും രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം വെയിലത്ത് കൊണ്ടിരിക്കലാണ്. അതിനുശേഷം ഞാൻ നേരെ പോയിട്ട് ഉള്ളെല്ലാം തുടച്ചെടുക്കലാന്ന് കേട്ടോ. പിന്നെ കച്ചരയൊന്നുമില്ല, അന്നങ്ങ് തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ തുടക്കണം, അല്ലെങ്കിൽ എന്തോ ഇങ്ങനെ മറന്ന പോലെ ഉണ്ടാവും കേട്ടോ. തുടച്ച് കഴിഞ്ഞെങ്കിൽ ഒരു സമാധാനമാണ്. അങ്ങനെ ഇതാ ഉള്ളെല്ലാം വേഗം ഒന്ന് തുടച്ചെടുത്തു. അങ്ങനെ ഉള്ളെല്ലാം തുടച്ചതിന് ശേഷം ഞാൻ കൂന്തൽ മുറിക്കാനുണ്ടായിന്, കല്ലുമ്മക്കായ ക്ലീൻ ആക്കാനുണ്ടായില്ല, അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാ. പിന്നെ ഇപ്പം ഒരു 4:15 ഞാൻ കിച്ചണിൽ വന്നിട്ട് അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടാ. കിച്ചണിൽ വന്നപ്പാട് തന്നെ ഫസ്റ്റ് തന്നെ സമൂസ ഉണ്ടാക്കാനുള്ള ഷീറ്റെല്ലാം പുറത്തെടുത്ത് വെച്ചു. മസാല ഉണ്ടാക്കാനായിട്ട് സവാള എടുത്തു. അപ്പോൾ വിചാരിച്ച് ഏതായാലും കല്ലുമ്മക്കായ ഇപ്പോൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ കല്ലുമ്മക്കായ റെഡിയാക്കിയിട്ട് വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ അടുപ്പ് ഫ്രീ ആയി കിട്ടുമല്ലോ. അങ്ങനെ ഫസ്റ്റ് കല്ലുമ്മക്കായ റെഡിയാക്കി എടുക്കലാന്ന്. കല്ലുമ്മക്കായും പിന്നെ സമൂസയും ചിക്കൻ പൊട്ടിത്തെറിച്ചതും പിന്നെ ബട്ടർഫ്ലൈ ചിക്കൻ ഇത്ര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ കല്ലുമ്മക്കായ എല്ലാം റെഡി ആയിട്ടുണ്ട്, വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സമൂസക്കുള്ള സവാള എല്ലാം മുറിച്ചെടുക്കലാണ്. നോമ്പുറക്കുന്നതിന് മുന്നേ വിചാരിക്കും അപ്പമാണ് അങ്ങനെ കുടിക്കണം, ഇങ്ങനെ തിന്നണം, അങ്ങനെ എന്നുള്ള വിചാരിക്കും. പക്ഷേ നോമ്പ് തുറന്നിട്ട് അപ്പം എന്ത് വേണ്ടേട്ടാ, ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ വയറ് നിറയും. അങ്ങനെ കൂടുതലൊന്നും അപ്പം ഉണ്ടാക്കുന്നില്ല കേട്ടോ, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ ഇതാ ചിക്കനെല്ലാം പിന്നെ സമൂസക്കുള്ള ചിക്കനെല്ലാം വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സവാളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. കല്ലുമ്മക്കായ് വെന്ത് വന്നിട്ടുണ്ട്.
പിന്നെ അതിന് മസാല പുരട്ടിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അതിനുശേഷം ചിക്കൻ പൊട്ടിത്തെറിച്ചതിലേക്കുള്ള സമൂസൻ്റെ ഷീറ്റെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കലാണ്. ചിക്കൻ പൊട്ടിത്തെറിച്ചേക്കുള്ള മസാല പരട്ടിയിട്ട് വെച്ചിട്ട് ചിക്കൻ പൊട്ടിത്തെറിച്ചേക്കും പിന്നെ ബട്ടർഫ്ലൈ ചിക്കനിലേക്കെല്ലാം മസാല പുരട്ടിയിട്ട് നേരത്തെ തന്നെ വെച്ചിട്ടാണ്. അതൊന്നും വീഡിയോ എടുത്തിട്ടാണ്. അപ്പം ഉപ്പും മസാലയെല്ലാം നല്ല പോലെ പിടിക്കുമല്ലോ, അങ്ങനെ നേരത്തെ വെച്ചിട്ടാണ്. അങ്ങനെ ഇതാ ചിക്കൻ പൊട്ടിത്തെറിച്ചതിലേക്കുള്ളതും റെഡിയായി കഴിഞ്ഞു. ഓരോരോ പീസ് ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ ആക്കി വെക്കലാന്ന് കേട്ടോ. അങ്ങനെ കല്ലുമ്മക്കായ റെഡിയായി, ചിക്കൻ പൊട്ടിത്തെറിച്ചതും റെഡിയായിക്കൊണ്ട് വരുന്നുണ്ട്. ഞാൻ കുറേ നേരത്തെ ഒന്നും കിച്ചണിൽ വരില്ല കേട്ടോ. 4 മണി 4:15 വരും. അപ്പോൾ പിന്നെ വാങ്ങി കൊടുക്കാൻ മക്കൾക്ക് റെഡിയാവും കേട്ടോ. നേരത്തെ അങ്ങനെ വരുമൊന്നും ചെയ്യില്ല. പിന്നെ ഇതാ സമൂസക്കുള്ള മസാല ആക്കി എടുക്കലാണ്. അതിന് ശേഷം ഇതാ ചിക്കൻ ബട്ടർഫ്ലൈയിലേക്കുള്ള ഉരുളക്കിഴങ്ങെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അതെല്ലാം റെഡിയാക്കി എടുക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതാ പിന്നെ സമൂസക്കുള്ള മസാല എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ബട്ടർഫ്ലൈ ചിക്കൻ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് കൂടുതൽ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്താഴത്തിനും ദോശ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പം ദോശക്കുള്ള അരിയെല്ലാം അരച്ചെടുക്കലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ പണിയും കഴിയുമല്ലോ. ദോശ ഇപ്പോൾ ചുടുന്നില്ല കേട്ടോ. പിന്നെ തിന്നുന്ന സമയത്ത് ചൂടാമെന്ന് വിചാരിച്ച് ഇപ്പോഴേ ചുട്ടെങ്കിൽ ചൂടാറും ചെയ്യും. പിന്നെ കൂടുതലൊന്നും ചൂടേണ്ടി വരുന്നില്ലല്ലോ. അപ്പോൾ തിന്നിട്ടാകുമ്പോൾ വയറോറി. അപ്പോൾ പിന്നെ വേണ്ടത്ര ചൂടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് പിന്നെ ചൂടാമെന്ന് വിചാരിച്ച് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് അരി, ഉള്ളി, പിന്നെ കുറച്ച് ചോറ്, തേങ്ങയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ സമൂസൻ്റെ മസാല എല്ലാം മിക്സ് ചെയ്തെടുത്തുകൊണ്ടുണ്ട് കേട്ടോ. അങ്ങനെ ബട്ടർഫ്ലൈ ചിക്കൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ അതെണ്ണയിട്ട് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ. അങ്ങനെ ദോശക്കുള്ള അരിയെല്ലാം അരച്ചെടുത്തു. അങ്ങനെ രണ്ടാമത്തെ ബാച്ച് അരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പിള്ളേർക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളത്തിന് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് അതും റെഡിയായി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവും. പക്ഷേ വെള്ളം തീ എത്തിച്ചിട്ടാ തന്നെ വിചാരിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതും നടന്നു. പിന്നെ ഇതിന് ഇപ്പം സമൂസക്കുള്ള മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് പിന്നെ അതെല്ലാം പിന്നെ സമൂസ എല്ലാം റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. എല്ലാം ഓരോന്നേ ചുട്ടുന്നുള്ളൂ. സമൂസെല്ലാം ഓരോന്നേ ചുടുന്നുള്ളൂ. എന്ന് വെച്ചാൽ ആരും അങ്ങനെ തിന്നില്ല കേട്ടോ. ആർക്കെല്ലാം ഇഷ്ടമില്ല. ബാക്കിയുള്ളത് തിന്നുമ്പോൾ ഇത് പിന്നെ അടിങ്ങനെ ആവട്ടെ. ബാക്കി
ബാക്കിയാവും. അതുകൊണ്ട് പിന്നെ അത് ഓരോന്നേ ചുട്ടിട്ടാ. അങ്ങനെ ഇത് പിന്നെ കൂന്തൽ തന്നിട്ടാ കറി ഉണ്ടാക്കുന്നത്. കൂന്തൽ നേരത്തെ മുറിച്ചിട്ടെല്ലാം റെഡിയാക്കി വെച്ചിന്. പിന്നെ ഇതാ കൂന്തൽ കറി റെഡിയാക്കി എടുക്കലാന്ന്. അങ്ങനെ കൂന്തലിൻ്റെ മസാല അപ്പുറത്തടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഇപ്പം പിന്നെ സമൂസ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഓരോന്നേ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അതിനിടയ്ക്ക് ഞാൻ കല്ലുമ്മക്കായൻ്റെ പിന്നെ അതിൻ്റെ മുകളിലത്തെ തോടില്ല അതെല്ലാം എടുത്തെടുക്കലാണ്. അതിനിടയ്ക്ക് സമൂസ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരടുപ്പിൽ കൂന്തൽ കറി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പുറത്തടുപ്പിൽ അപ്പോൾ ഓരോന്നേ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് സമൂസ ചൂടാനൊരു പൂതി അങ്ങനെ ചുട്ടതാണ് കേട്ടോ. സമൂസ അത്ര വലിയ ഇഷ്ടമല്ലായിരിക്കും. പിന്നെ അപ്പം ഇന്നിങ്ങനെ ഫസ്റ്റ് തന്നെ അല്ലേ അങ്ങനെ ചൂടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചുട്ടതാണ്. അങ്ങനെ സമൂസ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടു. അതിന് ശേഷം ചിക്കൻ പൊട്ടിത്തെറിച്ചതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ പൊട്ടിത്തെറിച്ചൽ ഭയങ്കര ടേസ്റ്റ് കിട്ടും. അതെല്ലാവരും നല്ലപോലെ കഴിക്കും. അങ്ങനെ അപ്പെല്ലാം ഫ്രൈ ചെയ്തെടുത്തുട്ടാ. ഇത് മനസ്സുറച്ച വാങ്ങിക്കൊടുക്കാനാകുമ്പോൾ എപ്പോഴും ഒരു ഷേക്ക് ഉണ്ടാക്കട്ടെ എല്ലാ വർഷവും. അങ്ങനെ ഇതാ മനസ്സുറച്ചാണ് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ചിക്കു ഷേക്കാണ് കേട്ടോ. അങ്ങനെ ഇതാ അപ്പെല്ലാം ടേബിൾമ കൊണ്ടുവച്ച് ജ്യൂസായിട്ട് ഓറഞ്ച് ജ്യൂസും ചിക്കു ഷേക്കുമാണ്. അങ്ങനെല്ലാം ഇതാ ടേബിൾമ കൊണ്ടുവച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. റമളാൻ മുബാറക്.